ഒരു നാട് സെവൻസ് ഫുട്ബോളിനോടൊപ്പം മൈതാനങ്ങളിലൂടെയെല്ലാം സഞ്ചരിച്ച ഒരു കഥ. ചെറുതുരുത്തി ബ്രദേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ കഥ. ചുമരെഴുത്തിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 2022 ഒക്ടോബർ 6 ഫിഫ തന്നെ കേരളത്തിൻ്റെ ഫുട്ബോളിനോടുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ മലബാറിലെ സെവൻസ് ഫുട്ബോൾ ആരവത്തെക്കുറിച്ച് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിവരണം നൽകുന്നുണ്ട്. 1980കളിൽ സെവൻസ് ഫുട്ബോൾ കത്തിനിന്ന കാലത്ത് മലബാറിലെ പ്രശസ്തമായ ടീമുകൾക്കിടയിൽ അറിയപ്പെട്ട ഒരു പേരായിരുന്നു ചെറുതുരുത്തി ബ്രദേഴ്സ് ഫുട്ബോൾ ടീമിൻ്റേത്. മലപ്പുറത്തെ ഫുട്ബോൾ മൈതാനങ്ങളിൽ കാഴ്ചക്കാരുടെ ഇഷ്ട ടീമായി ബ്രദേഴ്സ് മാറി. പക്ഷേ ഉദിച്ചു പൊങ്ങി പെട്ടെന്ന് അസ്തമിച്ചുപോയ ഒരു ചരിത്രമാണ് ബ്രദേഴ്സിന് പറയാനുള്ളത്. 1982 മുതൽ 1995 വരെ മൈതാനങ്ങളിൽ വിസ്മയം സൃഷ്ടിച്ച ബ്രദേഴ്സ് അങ്ങനെ നിലനിന്നു. ആ ടീമിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചരിത്രം, അന്ന് കളിച്ചിരുന്ന ബ്രദേഴ്സ് കളിക്കാരിൽ നിന്ന് തന്നെ നമുക്കത് ഒപ്പിയെടുക്കണം. അക്കാലത്ത് ബ്രദേഴ്സ് ടീമിൽ കളിച്ചിരുന്ന ബ്രദേഴ്സിൻ്റെ എല്ലാമായ മജീദ് ആ ചരിത്രം, ഉണ്ടായ ചരിത്രം തുടങ്ങി വെക്കുന്നു. 82 സ്കൂൾ ടീമിന് വേണ്ടി കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടാക്കി. ഒരു 85-90 കാലഘട്ടത്തിലൊക്കെ ഓൾ കേരള ലെവലിൽ ബെസ്റ്റ് ടീമാണ് നമ്മൾ ചെറുതുരുത്തി. ഗേൾസ് ഞങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആരൊക്കെ? ഞങ്ങൾ അസി, മജീദ്, ഹംസ, റസാക്ക്, പട്ടണം ബഷീർ, അങ്ങനെയുള്ള ഒരുപാട് ഇവിടുത്തെ ആൾക്കാർ കൂടിയിട്ടാണ് ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ബ്രദേഴ്സ് 1980-82 ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ക്ലബിൻ്റെ തന്നെ സ്റ്റാർട്ടിങ് ആ ഒരു സമയത്താണ്. സ്റ്റാർട്ടിങ് മുതൽ ഏതാണ്ട് ഞാൻ ടീമിലുണ്ട്. പ്രായക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങളാ കളിക്കുന്ന 10 പേരും ഏകദേശം ഒക്കെ ഒരേ ഒരു 67 ഡേറ്റ് അകത്തുള്ളവരാണ്. ബ്രദേഴ്സ് ഉണ്ടാവാൻ ഒരു കഥയുണ്ട്. അന്ന് കളിച്ചിരുന്ന താളം എന്ന ടീം ചെറുതുരുത്തിയിലുണ്ടായിരുന്നു. അവരുടെ കളി നോക്കി നിൽക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ലാത്ത ഒരു കൂട്ടം കൗമാരക്കാർ ഒരു ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ കഥയാണ് അവർ പറയുന്നത്. അന്ന് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുന്ന കളിക്കാൻ ആളില്ലെങ്കിൽ ഒന്ന് ബോൾ തൊട്ടാൻ ചാൻസ് കിട്ടുക എന്നല്ലാതെ ഞങ്ങളൊന്നും അപ്പോഴേക്ക് കളിക്കാരായിട്ടില്ല. ബസ്സിന് മുന്നിൽ നമ്മുടെ ഉണ്ടായിരുന്നു താളം എന്ന പേരിലാണ്. താളം എന്ന് പറഞ്ഞ ടീം, താളം എന്ന് പറഞ്ഞ പേരിൽ പഴയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവരൊന്നും അധിക കാലഘട്ടം നിൽക്കാൻ പറ്റിയില്ല. അവരൊക്കെ ഓരോരോ കാരണങ്ങളായിട്ട് അവരവരുടെ ജീവിത പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട്. താളത്തിൻ്റെ ജൂനിയർ തന്നെയാണ് ബ്രദേഴ്സ്. താളം അതിന് മുമ്പ് തുടങ്ങിയതാണ്. അതിൽ ഞങ്ങളെക്കാട്ടിലൊക്കെ സീനിയർ പ്ലേയേഴ്സ് അതിൽ കളിച്ചിരുന്നു. ഞങ്ങളുടെ സീനിയർ പ്ലേയേഴ്സാണ് അതിൽ കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താളം ആദ്യത്തെ ക്ലബ് തന്നെയാണ് ഇവിടുത്തെ. അതിനുശേഷമാണ് ബ്രദേഴ്സ് വന്നിരിക്കുന്നത്. താളം ടീമിൽ നമ്മുടെ തട്ടാൻ നാരായണൻ കളിച്ചിരുന്നു. പിന്നെ ഒരു കൊലവൻ കളിച്ചിരുന്നു. പിന്നെ സംസുക്ക, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. താളത്തിൽ ഒരു താളം ടീമിൽ കളിച്ചിരുന്നു. അൻസാർ ബായി കളിച്ചിരുന്നു. അൻസാർ ബായി അതിൻ്റെ മുമ്പേ കളിച്ചിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്. 1948 ഒളിമ്പിക്സിന് ശേഷം നഗ്നപാതരായി കളിക്കുന്നത് ഫിഫ നിരോധിച്ചു. 1948 ഒളിമ്പിക്സിൽ ഇന്ത്യ ഫ്രാൻസിനോട് 2-1 തോറ്റിരുന്നു. ഇന്ത്യ അന്നുവരെ നഗ്നപാതരായാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്. പക്ഷേ നാട്ടിൻപുറങ്ങളിലെ ഫുട്ബോൾ ആരവങ്ങളിൽ പിന്നെയും ബൂട്ടടിയാൻ ഏറെ കാലം പിടിച്ചു. സെവൻസ് ഫുട്ബോൾ നടന്നിരുന്നത് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകളിലുമായിരുന്നു. ആ പറമ്പുകളിലൊക്കെ ബെയർ ബൂട്ടിലായിരുന്നു കളി. ആ കാലത്ത് തുടങ്ങിയതാണത്. തീർച്ചയായിട്ടും ഞങ്ങൾ ബെയർ ബൂട്ട് കളിക്കാൻ പോയിരുന്നത് ദേശമംഗലം, കൊണ്ടയൂർ, തളി, ആറങ്ങോട്ടുകര, അങ്ങനെയുള്ള ഇതിലാണ് കണ്ടമാനം കളിക്കാൻ പോയിരുന്നത്. അന്ന് ബെയർ ബൂട്ടായിരുന്നു മുക്കാലും കളി. അന്ന് നമ്മളൊക്കെ തളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെർമനൻറ്റ് ട്രോഫിയാണ്. ആ ട്രോഫി അടിക്കണം എന്നുള്ള കണക്കൂട്ടില്ല. അപ്പോൾ പിന്നെ ട്രോഫി അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. തളിയിൽ ഹംസ മെമ്മോറിയലാണ്.
നടന്നുകൊണ്ടിരിക്കുന്നത് ആംസ് ഫസ്റ്റ്. അത് വലിയ തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും വലിയ ഒരു ട്രോഫിയാണ്. അതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഒരു 3 എണ്ണം കയ്യിലിരിക്കുന്നു. 3 ട്രോഫി ആയിരുന്നു നടത്തിയുള്ളൂ. 3 എണ്ണം നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. മലബാറിലെ ഏറെ പ്രചാരം നേടിയ സെവൻസ് ഫുട്ബോൾ ഒരു കാലത്ത് പ്രാദേശിക പന്തുത്സവങ്ങളുടെ ഒരു വലിയ മാമാങ്കമായിരുന്നു. അതാണ് ബ്രദേഴ്സ് ടീമിൻ്റെ ആ കളികൾ. അവർ തന്നെ ആ കളികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒട്ടേറെ ഇടങ്ങളിൽ അവർ നേടിയ നേട്ടങ്ങളെക്കുറിച്ചും. തളിയിൽ 2-3 വട്ടം വിന്നായിട്ടുണ്ട്. അതിൽ ഞാണ്ട് കൊണ്ടയൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, മറ്റേ ദേശമംഗലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറുകുത്തിയിൽ നിന്ന് ഞങ്ങൾ ഒരു ടൂർണമെൻറ്റ് കളിച്ചായിരുന്നു ചെറുകുത്തിയിൽ. അന്ന് ഞങ്ങൾ ഇതേപോലെ ബ്രദേഴ്സ് ഫൈനലിലെത്തി. ബ്രദേഴ്സിൻ്റെ എതിര് വന്ന ടീമിൽ ഒന്ന് മറ്റേ തൃശ്ശൂർ ജിങ്കാനക്കളി ചേർന്ന പ്ലേയേഴ്സുകളാണ്. അയ്യം വിജയൻ, പിന്നെ ശങ്കുണ്ണി, പിന്നെ സഹദേവൻ, പിന്നെ ഗിരീഷ്, ഗുലാബ് ജാൻ, അങ്ങനെ കുറേ പ്ലേയേഴ്സുകൾ വന്നു. അവരൊക്കെ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ തോറ്റു, 2-1 തോറ്റു വന്നു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിലൊരു 4-5 വർഷം ബെസ്റ്റ് ടീമായിരുന്നു. നമ്മുടെ ഓൾ കേരളയിലെ ബെസ്റ്റ് ടീമാണ് ചെറുകുത്തി കൊണ്ടേഴ്സ്. കുറേ ടീമുകളൊക്കെ നമ്മൾ ഓപ്പോണൻ്റ് ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിക്സർ മാറ്റിയിട്ട് വരുന്നുണ്ട്. പ്രധാന ടൂർണമെൻറ്റുകളിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒരുപാട് നല്ല സെവൻസിൻ്റെ ഇത് പാലക്കാട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ ഒക്കെ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രധാന ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ടൂർണമെൻറ്റിലൊക്കെ അന്ന് ബ്രദേഴ്സ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ നല്ല പേരുണ്ടായിരുന്നു. ഈ ചരിത്രത്തിൽ ആദ്യം പറയേണ്ടത് അല്ലെങ്കിൽ ആദ്യം പരാമർശിക്കേണ്ട ഒരു പേരുണ്ട്. വിട്ടുപോകാൻ പാടില്ലാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേര്. അത് എക്കാലത്തെയും ചെറുതുരുത്തിയിലെ ഏറ്റവും വലിയ ഫുട്ബോളർ ഷാജഹാൻ്റെ പേരാണ്. ആ ഷാജഹാനെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടല്ലാതെ ഈ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തുക സാധ്യമല്ല. അന്ന് ഉണ്ടായിരുന്ന നമുക്കൊരു യൂണിവേഴ്സിറ്റി പ്ലെയറാണ് ഷാജഹാൻ. ഷാജഹാൻക്ക് താളത്തിലാണ് കളിച്ചിരുന്നത്. താളത്തിലും കളിച്ചിരുന്നു, ഷൊർണൂരിലും കളിച്ചിരുന്നു. അന്ന് താളം ടീമൊന്നും പുറത്തു പോയി കളിക്കാനുള്ള ടീമില്ല. പക്ഷേങ്കിൽ അന്ന് വളർന്നു വരുന്ന ടീമായിരുന്നു താളം. പിന്നെ ഷൊർണൂർ മെയിൻ ടീമിലാണ് ഷാജഹാൻ അന്ന് കളിച്ചത്. ആ കാലഘട്ടത്തിലാണ് നമുക്കൊരു യൂണിവേഴ്സിറ്റി പ്ലെയർ ഉണ്ടായിരുന്നത്. അത് നമ്മളെ വിട്ടു പോയി, അതെല്ലാവർക്കും അറിയാം. നല്ല പരിചയമുള്ള പ്ലെയറാണ്. മുമ്പ് അവർ കേരളവർമ്മയിൽ പഠിക്കാൻ പറ്റും കളിച്ചായിരുന്നു. എനിക്കൊക്കെ കുറേ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഉപദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കളിക്കാൻ മുമ്പിലൂടെ വരുമ്പോൾ അവിടെ വീട്ട് കെട്ടിയിട്ട് ഇറങ്ങിക്കോ, അത് ആ ഭാഗത്ത് കളിച്ചോ, ഈ ഭാഗത്ത് കളിച്ചോ എന്നൊക്കെ കാരണം കുറേ ഉപദേശിച്ചു. അന്നം കാരണം കൊണ്ടാണ് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് തന്നെ. ഞാൻ ടീമിൽ വന്നത് ഇവിടുത്തെ ഷാജഹാൻ എന്നിവരുടെ കളി കണ്ടുകൊണ്ടാണ് ഇവിടെ ടീമിലേക്ക് വരുന്നത്. ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ചായിരുന്നു. എങ്കിൽ കൂടി ഞാൻ മറ്റേ 8ൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരൻ ആയ ഷാജഹാൻ അത് മരണപ്പെട്ടു. മറ്റേ എൻ്റെ കളി കണ്ടുകൊണ്ട് പിന്നെ എനിക്ക് ബൂട്ട്, കിറ്റ്, അതിനുള്ള സൗകര്യങ്ങൾ എനിക്ക് മേടിച്ചു തരുന്നുണ്ടായി. അത് വലിയൊരു രസകരമായ സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതേമാതിരി ബാക്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബോൾ തട്ടുമ്പോഴും ഒക്കെ ഞാനുണ്ടാവും. അപ്പോൾ എന്നെ പിടിച്ച് കളിക്കാൻ ഇറക്കുകയാണ്. അപ്പോൾ ബൂട്ടില്ലാതെ ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഷാജഹാൻ എൻ്റെ സൈഡാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഷാജഹാനെ പേടിയൊന്നുമില്ല, ബഹുമാനമുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഷാജഹാൻ ഞാനൊരു ഡിഫൻസും ഷാജഹാൻ ഫോർവേഡാണ്. അപ്പോൾ നല്ലൊരു കളിയായി ഷാജഹാൻ. അങ്ങനെ കളി കഴിഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് അതിൽ ബൂട്ടിട്ട് ഇറങ്ങട, നീ നല്ല കളിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും മുണ്ടിയില്ല. അപ്പോൾ ആരോ പറഞ്ഞെന്നറിയില്ല, ബൂട്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇതേമാതിരി ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയാണ്, ഷാജഹാൻ കേരളവർമ്മയിൽ പഠിക്കുന്നു. ഷാജഹാൻ പറയുന്നത് രാവിലെ ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ ശ്രീദേവി ബസ്സിൽ, അപ്പോൾ ബസ്സിൽ നീ കയറിയിട്ട് ടൗൺ ഹാളിൻ്റെ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂർക്ക് ഇതുവരെ പോയിട്ടില്ല, തൃശ്ശൂർ ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞു. അത് കുഴപ്പമില്ല, നീ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൃശ്ശൂർക്ക് ഞാൻ ശ്രീദേവി ബസ്സിൽ കയറുകയാണ്. ശ്രീദേവി ബസ്സിൻ്റെ കണ്ടക്ടറോട് പറയലുണ്ടായി ഷാജഹാൻ ഇയാളെ ടൗൺ ഹാളിൻ്റെ അവിടെ ഇറക്കണം എന്ന്. അങ്ങനെ ടൗൺ ഹാളിൻ്റെ അവിടെ ഇറക്കി. അവിടെ ബൂട്ടുണ്ടാക്കുന്ന ഒരാളുണ്ട്, ഈ തണ്ടലിൻ്റെ ബെൽറ്റൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്, അത് ഷൂ ഉണ്ടാക്കാറ്. അപ്പോൾ അയാൾ ഷാജഹാനായിട്ട് നല്ല ബന്ധമാണ്, ഷൂ കാല് വെച്ചിട്ട്. അങ്ങനെ എൻ്റെ ആ കാലിൻ്റെ അളവ് കൊടുക്കുകയും ഷൂ എനിക്ക് വാങ്ങി തരികയും പിന്നെ അവിടുന്ന് തന്നെ ഒരു അറ്റ്ലസിൻ്റെ കിറ്റ് എനിക്ക് വാങ്ങി തന്ന് എന്നെ അവിടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വിടുകയുണ്ടായി. അത് ഭയങ്കര രസകരമായിട്ടുള്ള എനിക്കൊരു അനുഭവമാണ്. അത് അപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റില്ല.
പക്ഷെ അക്കാലങ്ങളിൽ മൈതാനങ്ങളിൽ ഉയർന്ന ആരവങ്ങൾക്കിടയിൽ കളിച്ചിരുന്ന അസിക്ക, ആ അസിക്ക ഇത് പറയാമെന്ന് എന്നോട് പറഞ്ഞിട്ട് അത് പറയാതെ, അക്കാലത്തെ കുന്തമുന, മുന്നേറ്റ നിരയിലെ കുന്തമുന പറയാതെ വിട്ടുപോയി, നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ബാഷ്പാഞ്ജലികൾ നേരുകയാണ്. ആ